നമസ്കാരം. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമിറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച നിർണായക വിധി പറഞ്ഞത്. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ആസാം സ്വദേശിയായിരുന്ന അമിറുൽ ഇസ്ലാമിനെതിരെ നേരത്തെ വിചാരണ കോടതിയിലെ വാദത്തിൽ തെളിഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കൃത്രിമമായി നിർമ്മിച്ച തെളിവുകളാണ് വിചാരണ കോടതി പരിഗണിച്ചതെന്നുമായിരുന്നു അമിറുൽ ഇസ്ലാം സമർപ്പിച്ച അപ്പീലിലെ വാദം. കേസിൽ DNA മറ്റു ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത്. DNA സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വീടിന്റെ വാതിലിലും കട്ടിലിൽ നിന്നും പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി എടുക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. കോടതി വിധി കേൾക്കാനായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയും സഹോദരിയും കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നീതി കിട്ടിയെന്നും പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നും നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു. സൗമ്യ വധക്കേസിൽ ആളൂർ വക്കീലാണ് ഗോവിന്ദ ചാമിക്കായി ഹാജരായത്. തന്റെ കൊച്ചിന്റെ കേസിലും പ്രതിക്കായി ആളൂർ വക്കീലാണ് വന്നത്. അപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്നും ഇത്രയും കാലം മോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അവൾക്ക് നീതി കിട്ടാനായിരുന്നു പ്രാർത്ഥന. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അമ്മ പറഞ്ഞു. 2016 ഏപ്രിൽ 28-നായിരുന്നു നിയമ വിദ്യാർത്ഥിനി പെരുമ്പാവൂരിലെ വീട്ടിൽ കൊല്ലപ്പെട്ടത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.